ചില ദിവസങ്ങൾ നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ നമ്മളങ്ങനെ എത്ര പൊരുത്തത്തിൽ ഒരേപോലെ ഡ്രസ്സ് ഇടുമെന്ന്. അങ്ങനെ ഒരു ദിവസമാണ് എനിക്കും മായയ്ക്കും അജനും എന്ന്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു പറച്ചിലില്ല, നമ്മൾ ഒരുപോലെ മൂന്ന് പേരും ഒറ്റ കളർ ഡ്രസ്സിട്ടാണ് ഇറങ്ങിയത്. വി ആർ ബ്ലാക്ക് ക്യാറ്റ്സ് ടുഡേ. നിങ്ങളെ നോക്കിക്കോളൂ, മൂന്ന് പേരും കറുത്തിരിക്കുന്നു. കൂട്ടത്തിൽ മായയുടെ കറുപ്പിന് എന്തോ ഒരു നീല കളർ, അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ സ്വാതിയിൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് രാജേഷില്ല, ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ. ഒരാൾ വരുമ്പോൾ ഒരാൾ പോകുന്ന തെറ്റാണോ? ഇതും കുറേ നാളിന് മുമ്പ് ഞാൻ എടുത്തൊരു വീഡിയോ ആട്ടോ. അങ്ങനെ ഈ സിനിമയുടെ പേര് പ്രാവിൻകൂട്. ഇതും നിങ്ങൾ പലരും കണ്ടു കാണും. എനിക്കിഷ്ടമായിരുന്നു. ആസ് യൂഷ്വൽ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി ഇനിയിപ്പോൾ നേരെ പോപ്കോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. പോപ്കോൺ കഴിച്ച് നമ്മൾ വീണ്ടും സിനിമ കാണാൻ വേണ്ടി അകത്ത് കയറുന്നു. ഇവിടുത്തെ പോപ്കോണിന് എനിക്കൊരു പ്രത്യേകത തോന്നിയതേ, നോർമലി നമ്മൾ ഈ സോൾട്ട് ഫ്ലേവർ പോപ്കോൺ കഴിക്കുമ്പം ഒരു ചെടുപ്പോ എന്താ പറയുന്നത്, താല്പര്യക്കുറവ് തോന്നും. പക്ഷേ അതങ്ങനെയല്ല, ഇവിടുത്തെ ഇച്ചിരി ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ഇരിക്കാൻ വേണ്ടിയിട്ട് തോന്നും. നമുക്കങ്ങനെ പടം തുടങ്ങിയിട്ടുണ്ട്, ഉള്ളിൽ കയറാം. അങ്ങനെ പടമൊക്കെ കണ്ട് നമ്മൾ മെല്ലെ വെളിയിൽ ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നൊരു പ്ലാനും കൂടെ ഉണ്ടേ. നൈറ്റ് ഷോ ആയതുകൊണ്ട് തന്നെ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് വേണം വീട്ടിൽ കയറാൻ. അപ്പോൾ ഞങ്ങളിന്നൊരു ദോശ അല്ലെ പൊറോട്ട ആ ഒരു മൈൻഡിലാണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി വീടിനടുത്തൊക്കെ തന്നെ ഉള്ളൊരു കടയിൽ കയറിയിട്ട് അവർ രണ്ടുപേരും ദോശയും, കുറേ നാളായതുകൊണ്ട് ഞാൻ പൊറോട്ട കഴിക്കാമെന്ന് തോന്നി. പക്ഷേ എന്നെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഫുഡ് നമുക്ക് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മളത് കഴിച്ചു എന്ന് മാത്രം. ഞാൻ മീൻചാറും പൊറോട്ടയൊക്കെ ആയിട്ട് പിന്നെ സാമ്പാറൊക്കെ കുഴച്ച് എന്തൊക്കെയോ കോമ്പിനേഷനിലാണ് തിന്ന് തീർത്തത്. ഫുഡൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വൈബ് സെറ്റാക്കാൻ വേണ്ടി ബൾസേ പറഞ്ഞു. അത് അതിലും വലിയ ദുരന്തമായിരുന്നു. എനിവേസ് നമ്മളത് കിട്ടിയ സാധനങ്ങളൊക്കെ കഴിച്ച് സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. പായ്ക്ക് രുചി ഒട്ടും കിട്ടാത്തത് കൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് നല്ലൊരു ജ്യൂസ് കുടിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളെത്തി. അങ്ങനെ ജ്യൂസ് കടയിൽ പോയി എന്തായിരുന്നു ഞാൻ കുടിച്ചത്, പൈനാപ്പിൾ ആയിരിക്കണം, പൈനാപ്പിളും കുടിച്ച് അങ്ങോട്ട് സെറ്റാക്കി. അത്ര തന്നെ. അങ്ങനെ ഞങ്ങളുടെ ബ്ലാക്ക് ഡേ ഞങ്ങൾ അവസാനിപ്പിച്ചു.